ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 2 ഇയർ ബേബി ഫ്രോക്കാണ് കേട്ടോ ചെയ്യുന്നത്. 20 സൈസാണ്. ഹൈലോ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ 20 ഫ്രണ്ട് 20 സൈസും ബാക്ക് 26 ലെങ്ത്തിലുമാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺ സൈഡ് ഷോൾഡർ ഫ്രോക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടലി ഡാർക്ക് പർപ്പിൾ 4.5 മീറ്ററും ലൈറ്റ് ലാവണ്ടർ 5 മീറ്ററും വന്നിട്ടുണ്ട്. അതുപോലെ 40 ഇഞ്ച് വർക്ക് പീസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ടോപ്പ് പാർട്ട് വരുന്നത് 8 ഇഞ്ചാണ്, പ്ലസ് 1 9 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്. പിന്നെ ചെസ്റ്റ് അളവ് 5.5 ഇഞ്ച് 11 ഇഞ്ചാണ് ടോട്ടലി വരുന്നത്. അപ്പം നെക്ക് ലെങ്ത്ത് വരുന്നത് 2 ഇഞ്ചും നെക്ക് വൈഡും നമ്മൾ 2 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. വൺ ഷോൾഡർ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അധികം ലെങ്ത്ത് കൊടുക്കണ്ട, വൈഡും ലെങ്ത്തും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ചെറിയൊരു മാർക്ക് ചെയ്തിട്ട് അതിൽ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൺ ഷോൾഡർ ആയതുകൊണ്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഒരു ഭാഗം കയറ്റിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ഭാഗം ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് വശം നമുക്ക് അതേ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ വൺ ഷോൾഡറിൻ്റെ ഭാഗം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ലൈൻ ഇങ്ങനെ ചെരിച്ച് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ ആ ഒരു വൺ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് കട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ആ മാർക്കിങ് കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രമേ കറക്റ്റ് നമ്മൾ സ്ലീവ് പാർട്ട് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു ഭാഗം കുറച്ച് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം വല്ലാണ്ട് തൂങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു വൺ ഷോൾഡറിൻ്റെ ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുകയാണ്. സെൻറ്റർ മടക്കി കൊടുത്താൽ നമുക്ക് ബാക്കിലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സെയിം നമുക്ക് സിബ് കൊടുക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു 3/4 ഇഞ്ച് കൂടുതലിട്ടിട്ട് നമ്മൾ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് ഷോൾഡർ വരുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യേണ്ട രീതിയാണ് നമ്മളിതാ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് ഷോൾഡർ ഓഫ് ഷോൾഡർ അല്ലാത്ത ഭാഗം, ഷോൾഡർ ഫില്ല് ചെയ്യുന്ന ഭാഗം കേട്ടോ. ഇനി ഓഫ് ഷോൾഡർ ഭാഗം കട്ട് ചെയ്യുന്ന രീതിയാണ് ഇത്. ആ ഒരു ഭാഗം തന്നെ സെൻറ്റർ മടക്കി തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരളവുണ്ടല്ലോ 3/4 ഇഞ്ച് സിപ്പ് വെക്കാനുള്ള ഭാഗം കൂടി എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ബാക്ക് പീസിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആ മാർക്കിനൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് സിബ് വെക്കാനുള്ള എക്സ്ട്രാ തയ്യൽ തുമ്പോട് കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ മുകൾ വശം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് പാർട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ട് ഷോൾഡർ ഭാഗം ഏതാണോ ആ ഒരു ഭാഗം നമ്മൾ നല്ല പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതായത് സിബ് വെക്കാനുള്ള എക്സ്ട്രാ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ടോട്ടലി എല്ലാ പീസസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ക്രേപ്പ് ലൈനിങ് പിന്നെ വർക്ക് മെറ്റീരിയൽ എല്ലാം സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് നമ്മളെ ബോഡി പാർട്ട് വെച്ചിട്ട് നമ്മൾ വലതുവശമാണ് കേട്ടോ സാധാരണ നമ്മൾ
ഇടതുവശം ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വലതുവശം കൊടുക്കുകയാണെങ്കിൽ ഓൺ ഷോൾഡർ ഏതാണോ അതിനനുസരിച്ച് ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്കേർട്ട് പാർട്ടിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈലോ ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കിലെ പീസാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 18.5 ഇഞ്ചിൽ നമ്മൾ ഒരു പീസസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിപ്പിക്കാനുള്ള ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഇത്. ഫ്രണ്ട് പാർട്ട് നമ്മൾ 3 മീറ്ററിലാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്തിട്ടുള്ളത്. ഒരേ പീസും തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 12.5 ഇഞ്ചാണ് ഫ്രണ്ട് വരുന്നത്. 8 ഇഞ്ച് യോക്ക് പാർട്ട് പോയാൽ ബാക്കി 20ന് 12.5 ഇഞ്ച് അരഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മൾ ഹൈലോൻ്റെ കൂടെ ഒരു പീസസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ബാക്ക് പീസ് 2 പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസിൻ്റെ സെക്കൻഡ് ലെയറിൻ്റെ കൂടെ കൊടുക്കാനുള്ള പീസ് 3 മീറ്റർ തന്നെയാണ്. അത് 12 ഇഞ്ച് 1.5 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയറായി 2 പീസസ് പോയി. ഇനി തേർഡ് ലെയറും നമ്മൾ 3 മീറ്ററിൽ തന്നെയാണ് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് 12 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഓൾറെഡി റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് കഴിഞ്ഞ ഉടനെ. അപ്പോൾ അതിന് ബാക്കിൽ ഹൈലോ വേറെ കൊടുക്കുന്നില്ല, ഒന്നിച്ച് റൗണ്ട് ചെയ്തിട്ട് ബാക്കും ഫ്രണ്ടും കവർ ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ലൈനിങ് ആണ് ക്രേപ്പിൽ നമ്മൾ സൈഡായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. വിലങ്ങ് കട്ട് ചെയ്യണമെന്നാണ് ഞാൻ, അതുകൊണ്ടാണ് ഈ കരഭാഗം കാണുന്നത്. അറിയുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പീസ് എത്രയാണോ 12.5 ഇഞ്ച് മതി കേട്ടോ. ബാക്കിലേക്ക് നമ്മൾ ലൈനിങ് ഇറക്കി കൊടുക്കുന്നില്ല, ഫ്രണ്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് ലൈനിങ്ങുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കോട്ടൺ നമ്മൾ അതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് 11.5 ഇഞ്ചിൽ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് ഇതും കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ താഴെ ഫ്രില്ലും എടുക്കാനുള്ള പീസസ് ലൈറ്റ് ലാവണ്ടറാണ്. അപ്പോൾ അത് നമ്മൾ 5 മീറ്ററാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പീസസും 60 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്ത പീസും സെക്കൻഡ് കട്ട് ചെയ്ത പീസും. അപ്പോൾ 2.5 ഇഞ്ചിൻ്റെ ഓരോ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ടോട്ടലി നമുക്ക് ഈ ഒരു 5 മീറ്റർ വന്ന് 24 പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2.5 ഇഞ്ച് എൻ്റെ പീസസ് കട്ട് ചെയ്തത്. അപ്പോൾ 5 മീറ്റർ ഫാബ്രിക്കാണ് മൊത്തത്തിൽ. ഇത് 24 പീസ് 120 മീറ്റർ വരുന്നുണ്ട് കേട്ടോ ടോട്ടലി അതിൻ്റെ ലെയർ. അപ്പോൾ ഇത് നമ്മൾ ഒരു പീസിന് 30 മീറ്ററും ഒരു പീസിന് 60 മീറ്ററും ഒരു പ്ലീറ്റിന് 60 മീറ്ററും അങ്ങനെ ഓരോ മീറ്റർ പീസസ് 3 സ്റ്റെപ്പായിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹൈലോൻ്റെ കട്ടിങ് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ബാക്കത്തെ 2 പീസസും ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഒന്നിച്ചിട്ടതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഡിഫറൻറ്റ് വരുന്നുണ്ടല്ലോ, ആ ഭാഗം താഴേക്കാക്കിയിട്ട് കൊടുക്കുക. മുകൾ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ആ ഫ്രില്ലിടണ ഭാഗമാണ് കേട്ടോ. താഴെ നമുക്ക് കുഴിച്ച് വെട്ടാനുള്ളതാണ് ഹൈലോ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് കേട്ടോ. താഴേക്ക് തൂങ്ങി കിടക്കുന്നത് മുകളിൽ കിടക്കുന്ന ഭാഗം ഓപ്പൺ സൈഡാണ്. അപ്പോൾ 15 ഇഞ്ച് ആ ഒരു ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്തിട്ട് ഓപ്പൺ ഭാഗത്ത് നമ്മൾ 11.5 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ എത്രയാണോ ആ ഒരളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 15 ഇഞ്ചിനെ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് മെല്ലാണ് ഒന്ന് കർവ് ചെയ്തിട്ട് 12.5 ഇഞ്ചിലേക്ക് പാകാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഹൈലോ ഫ്രോക്കിൻ്റെ സെയിം അളവ് കേട്ടോ. അവർക്ക് ഏകദേശം ബാക്ക് വശം മാത്രം ഒന്നിങ്ങനെ ഇറങ്ങി കിടക്കുക, ബാക്കി ഇങ്ങനെ ഇറക്കത്തുനിന്ന് മുകളിൽ കയറ്റത്തിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു പീസസ് ഓപ്പൺ വരുന്ന ഭാഗത്താണ് 2 പീസസും കട്ട് ചെയ്തത് കേട്ടോ. അതായത് ഓപ്പൺ വശമാണ് ജോയിൻ ചെയ്യാനുള്ള, ഫ്രണ്ട് പീസിനോട് ജോയിൻ ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ചാണ്. അപ്പം ലൈനിങ്ങും മെയിൻ പീസ് ഇട്ടിട്ടൊന്ന് കവർ ചെയ്തിട്ട് അടിക്കുക. അതിന് ശേഷം കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ 2 വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ആം ഹോളും നെക്ക് പാർട്ടും. ബാക്ക് വശം സെയിം രീതിയിൽ തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബാക്ക് വശം സിബ് വെക്കാനുള്ള ഭാഗം കൂടെ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇത് 2 വശം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ട് പാർട്ട്, അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ സിബ് ചെയ്യാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ
ഷോൾഡർ പോർഷൻ ഉണ്ടല്ലോ അവിടെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക. കറക്റ്റ് വശത്ത് നല്ല വശം വെച്ചതിന് ശേഷം ഷോൾഡർ പാർട്ട് കൂട്ടിയെടുക്കുക. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അതുപോലെ ഈ ഒരു പീസസും നമ്മൾ മറിച്ചെടുക്കുകയാണ്. മറിച്ചെടുത്തിട്ട് നമുക്ക് സിബ് വെക്കാനുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/2 ഇഞ്ച്. എന്നാൽ അവിടെ ആ ഒരു ഭാഗത്താണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് അതുപോലെ സൈഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളിയും കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു വള്ളിയും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വെക്കുന്നുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിബും വെച്ച് വള്ളി വെച്ച് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെസ്റ്റ് പോർഷൻ കറക്റ്റ് വരുന്നത് 11 ഇഞ്ചാണ്. വേസ്റ്റ് പോർഷന് വരുന്നത് നമ്മൾ 11 ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം കുട്ടിൻ്റെ ബോഡി മെഷർമെൻറ്റ് 19 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ കൂട്ടി 22 ആണ് വരിക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് വശം ചെസ്റ്റ് പോർഷന് 11 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഓവർലോക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഭാഗത്തിനനുസരിച്ചാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വശം 11 ഇഞ്ച് വരണം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്കേർട്ട് പോർഷനും ടോപ്പ് പോർഷനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണോ കറക്റ്റ് അളവ് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അളവെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതും 22 സൈസിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ജോയിൻ ചെയ്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 22.5 ഇഞ്ച് ഏകദേശം 23 ഇഞ്ചിൻ്റെ ഉള്ളിൽ വരണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇത് സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ സാധാരണ ചെറിയ ഫ്രില്ല് എടുക്കുക, നോർമൽ ഫ്രില്ല് കൊടുത്തിട്ടാണ് ലൈനിങ്ങും ഫസ്റ്റ് ലെയർ ലൈനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള നെറ്റ് നമ്മൾ ഒരേ മെത്തേഡിൽ തന്നെ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ കോട്ടണും സെയിം അളവ് തന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് അളവ് 22 കിട്ടണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു അളവ് തന്നെ ഫ്രില്ലിട്ടെടുക്കുക. എന്നിട്ട് സൈഡ് കൂട്ടിയിട്ട് താഴെ നമ്മൾ ഒന്ന് മടക്കി തയ്ച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കുക. അതുപോലെ ക്രൈപ്പ് ലൈനിങ്ങും നമ്മൾ ഫ്രില്ലിട്ടെടുത്തതിന് ശേഷമുള്ള ഒരളവ് കാണിക്കണം. അപ്പോൾ എങ്ങനെയാണ് വേസ്റ്റ് മെഷർമെൻറ്റിന് പാകാക്കി എടുക്കുക എന്നുള്ളതിനുള്ള സൊല്യൂഷൻ ഇട്ടാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അളന്ന് നോക്കുക എത്ര കിട്ടുന്നു, അതിനനുസരിച്ച് നമ്മൾ ഫ്രില്ലിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 24 ആണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക, 26 ആണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടും അതേപോലെ തന്നെ വേസ്റ്റ് മെഷർമെൻറ്റ് അതിനോട് കറക്റ്റ് ആവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതായത് രണ്ടും നമ്മൾ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ലൈനിങ് കഴിഞ്ഞതിന് ശേഷം ഉടനെയുള്ള പീസാണ്. അപ്പോൾ 1.5 മീറ്ററിൻ്റെ ഒരു പീസ് ഞാൻ 4 ആക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൽ 2 പീസ് ഉണ്ട്. അപ്പോൾ ഇത് 3 മീറ്ററാണ്. ഇതും നമ്മുടെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പീസസും വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് കഴിഞ്ഞിട്ട് ഒരു ലെയർ കൊടുത്തല്ലോ റൗണ്ടായിട്ട് പ്ലെയിൻ നെറ്റ്, അതിന് ശേഷം കൊടുക്കുന്ന ലെയറാണ് കേട്ടോ 3rd ലെയർ. അപ്പോൾ ഈ ഒരു 3rd ലെയർ താഴത്തു നിന്നുണ്ട് ഫസ്റ്റ് നിന്നുണ്ട് 3rd ലെയർ, മുകളിൽ നിന്നുണ്ട് 2nd ലെയറാണിത് കേട്ടോ. അപ്പോൾ ആ ഒരു 2nd ലെയർ യോജിപ്പിച്ചിട്ട് ഇതുപോലത്തെ ഫ്രില്ലിട്ടാണ് എടുക്കേണ്ടത്. കുറച്ചും കൂടി ഹെവി ഫ്രിൽ എന്താ വെച്ചാൽ അത് 6 മീറ്റർ ലെയർ വരുന്നുണ്ട്, മറ്റേതൊക്കെ 3 വരുന്നുള്ളൂ. ലൈനിങ് 2 വരുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള പ്ലെയിൻ നെറ്റ് 3 വരുന്നുണ്ട്. അതിന് ശേഷം ബാക്കും ഫ്രണ്ടും കൊടുക്കുന്നുണ്ട് ഹൈലോ. ബാക്ക് ഹൈയും ഫ്രണ്ട് ലോയും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് വശം 3 മീറ്റർ ഫ്രില്ലിടാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫ്രില്ലിട്ടെടുത്തിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബാക്കും ഇത് ഫ്രണ്ടുമാണേ. അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറാണ് കേട്ടോ നമ്മൾ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ലെയറും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഫ്രില്ലും കൊടുക്കാനുണ്ട് കേട്ടോ. ഇതും കൂട്ടിയെടുക്കുക. അപ്പോൾ ഇതും നമ്മൾ അതിന് തൊട്ട് താഴെ കൊടുക്കാനുള്ള ലെയറാണ്. ഇതും ഹൈലോ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രില്ല് കൊടുക്കാനുള്ള പീസസാണ് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടെടുത്തത്. 2 സ്റ്റെപ്പ് ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൈലോ ഫ്രോക്കിൽ.
അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണിക്കാറില്ല. അപ്പോൾ ഇതിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കട്ടെ. അതുപോലെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ. എനിക്ക് മാത്രമല്ല, എനിക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടെ വരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് എഫർട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസുകളാണെല്ലാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്കേർട്ട് പാർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിന്മേൽ ഫ്രില്ല് കൊടുക്കുന്ന ഒരു പണിയും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രില്ലും കൂടെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു 2 ഇയർ ബേബി നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരെയും എല്ലാവരോടും ബൈ.